ഇടക്കാലത്തിനു ശേഷം സംസ്ഥാനത്ത് ബാർ വിവാദം മുറുകുകയാണ്. UDF സർക്കാരിന്റെ കാലത്തുണ്ടായ ബാർ വിവാദങ്ങളാണ് ആ സർക്കാരിന്റെ വൻ വീഴ്ചയിലേക്ക് നയിച്ച കാരണം. പിന്നാലെ LDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ബാറല്ല സ്കൂളുകളാണ് തുറക്കുന്നതെന്ന വാദമാണ് ഉയർത്തിയത്. എന്നാൽ അധികം വൈകാതെ സംസ്ഥാനത്തെ ബാറുകൾ തുറക്കുകയും മദ്യനയം ഉദാരമാക്കുകയുമാണ് ചെയ്തത്. 9.5 വർഷം മുൻപ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോൾ സംസ്ഥാനത്തുണ്ടായിരുന്നത് 29 ബാറുകളാണെങ്കിൽ ഇപ്പോൾ 884 ഉയർന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി സർക്കാർ ബാർ മുതലാളിമാരുടെ ദീർഘകാല ആവശ്യങ്ങളും അംഗീകരിക്കുന്ന അവസ്ഥയിലായി കാര്യങ്ങൾ. മാനദണ്ഡങ്ങൾ പാലിച്ച് അപേക്ഷിക്കുന്നവർക്കെല്ലാം ബാർ അനുവദിക്കണമെന്നതാണ് സർക്കാർ നിലപാട്. എന്നാൽ ബിവറേജസ് ഷോപ്പുകളുടെ എണ്ണത്തിൽ ഈ നിരക്കിലുള്ള വർധനയില്ല. അധികാരമേൽക്കുമ്പോൾ 309 ബിവറേജസ് ഷോപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ 336. കള്ളുഷാപ്പുകളുടെ എണ്ണം 5177 നിന്ന് 5171 കുറഞ്ഞു. അബ്കാരി ഷോപ്പുകൾ തുടങ്ങുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി വേണമെന്ന നിബന്ധന പിണറായി സർക്കാർ 2017 എടുത്തു കളഞ്ഞിരുന്നു. പ്രതിഷേധമുയർന്നാൽ തദ്ദേശ സ്ഥാപനങ്ങൾ അനുമതി നിഷേധിക്കുന്ന രീതിയായിരുന്നു പണ്ട്. ഇതിനെതിരെ സുപ്രീം കോടതി വരെ പോയി അനുകൂല ഉത്തരവ് വാങ്ങി. കേരള പഞ്ചായത്ത് ആക്ട് ഭേദഗതി ചെയ്തു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പുതിയ മദ്യനയത്തെ തുടർന്നാണ് ഭൂരിഭാഗം ബാറുകളും പൂട്ടുകയും പഞ്ചനക്ഷത്ര റാങ്കുള്ള ബാർ ഹോട്ടലുകൾക്ക് മാത്രമായി ലൈസൻസ് പരിമിതപ്പെടുത്തുകയും ചെയ്തത്. പിന്നാലെ അന്നത്തെ ധനമന്ത്രി KM മാണിക്കെതിരെ ബാർ കോഴ ആരോപണവുമായി ബാറുടമകൾ രംഗത്തെത്തി. ബാറുകൾ തുറക്കാൻ കോഴ വാങ്ങിയെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്ന ആരോപണം. വിജിലൻസ് കേസെടുത്തതിന് പിന്നാലെ മാണിക്ക് രാജിവെക്കേണ്ടി വന്നിരുന്നു. എന്നാൽ മാണിയുടെ മകൻ കേരള കോൺഗ്രസിന്റെ അമരക്കാരനായപ്പോൾ ഇടതുമുന്നണിയിൽ ചേരുകയാണ് ഉണ്ടായത്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ബാർ വിഷയം വീണ്ടും കത്തിക്കാളുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാനുള്ള ഉത്തരവിറങ്ങിയത് ശരവേഗത്തിലായിരുന്നു. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷന്റെ അപേക്ഷ എക്സൈസ് മന്ത്രി MP രാജേഷ് മുഖ്യമന്ത്രിക്ക് കൈമാറി.